സുബ്രഹ്മണ്യൻ കസ്റ്റഡിയിലാണ്. അദ്ദേഹം തന്നെ ഈ കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് കൃത്യമായി അതെവിടെ നിന്ന് ലഭിച്ച ഫോട്ടോയാണെന്ന് തെളിവ് സഹിതം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫോട്ടോ എങ്ങനെയാണ് ഒരു കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ കാരണമാകുന്നത് എന്നുള്ളൊരു സംശയം കൂടിയാണ് ഉന്നയിച്ചത്. പക്ഷെ അതൊരു യഥാർത്ഥ ഫോട്ടോയാണെങ്കിൽ അത് ഏത് രീതിയിൽ അങ്ങനെ ഒരു കലാപാഹ്വാനത്തിന് കാരണമാകും? ഇനി ആ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നടക്കാൻ പോകുന്നു അനിസലി? നിലവിൽ ഇദ്ദേഹത്തെ സുബ്രഹ്മണ്യനെ കേസ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് നീക്കം എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹത്തെ ഇപ്പോൾ വൈദ്യപരിശോധന കയറ്റിയിട്ടുണ്ട്. അദ്ദേഹം വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ബെയിലബിൾ ഒഫൻസ് അല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പേരിലുള്ളത് കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുകയാണ്. അതൊരിക്കലും ജാമ്യം കിട്ടുന്ന വ്യവസ്ഥ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇതിൽ നിയമവൃത്തങ്ങൾ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഒരു ഫോട്ടോ പങ്കുവച്ചാൽ ചിലപ്പോൾ കലാപാഹ്വാനമാകുന്ന ഫോട്ടോകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ പങ്കുവെച്ച ഫോട്ടോ എന്ന് പറയുന്നത് പോറ്റിയുമായി മുഖ്യമന്ത്രി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അദ്ദേഹം വിശദീകരിക്കുന്നത് 3 കാര്യങ്ങളാണ്. അത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പങ്കുവച്ചിട്ടുള്ള വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അദ്ദേഹം പങ്കുവച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് 1 മാസം മുമ്പ് ആളുകളൊക്കെ പങ്കുവച്ചിട്ടുള്ള, അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം പങ്കുവച്ചിട്ടുള്ള ഒരു ഫോട്ടോയാണ് താൻ പങ്കുവച്ചത്. മാത്രമല്ല താൻ അത് പങ്കുവെക്കുമ്പോ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, താൻ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പങ്കുവെക്കുന്നത്, താൻ ഇത് ശരിയാണ്, ഒറിജിനലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവെച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇതെല്ലാം മാറ്റി നിർത്തിയാൽ പോലും താൻ ഈ പങ്കുവെച്ച ഫോട്ടോ മാത്രമല്ല, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്ന ഫോട്ടോകൾ യഥാർത്ഥത്തിൽ തന്നെ ഉള്ളതുണ്ട്. തനിക്ക് താൻ പങ്കുവെച്ച ആ ഒരു ഫോട്ടോ, അതേക്കുറിച്ച് സംശയം വന്ന സന്ദർഭത്തിൽ തന്നെ താൻ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കിയിരുന്നു. പക്ഷെ അതുകൊണ്ട് എല്ലാം വ്യാജമാണ്, AI ഫോട്ടോകളാണ് എന്ന് അനീസ്, അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് ആ വീഡിയോ കാണുമ്പോൾ നമുക്കും തോന്നും. ആ വീഡിയോയിൽ അദ്ദേഹം അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇദ്ദേഹത്തോട് ചെവിയിലെന്തോ പറയുന്നത് കാണാം. അത് സ്ലോ ആക്കിയാൽ, നമ്മൾ അത് പോസ് ചെയ്ത് അതിൽ നിന്ന് സ്റ്റിൽ പിടിച്ചാൽ ആർക്കും അങ്ങനെ ഒരു ഫ്രെയിം അതിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് സ്റ്റില്ല് പിടിച്ച് ഒരു ഫ്രെയിം എടുക്കുന്നത് കുറ്റമാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ കേസ് നിൽക്കുമായിരിക്കും. അല്ലാതെ ഈ കേസ് നിൽക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ പലരും പങ്കുവെച്ച ഒരു ചിത്രം സുബ്രഹ്മണ്യൻ പങ്കുവെച്ചപ്പോൾ മാത്രം എങ്ങനെ ഒരു കലാപാഹ്വാനത്തിനുള്ള വകുപ്പെടുന്നു എന്ന ചോദ്യത്തിന് എങ്ങനെയായിരിക്കും ഈ കേസിനെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യത, എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് മാത്രം അതൊരു വ്യാജ ഫോട്ടോ അല്ല എന്നോ ആണ് എന്നോ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അത് പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇതിൽ ഒരു അസാധാരണമായ വേഗതയും തിടുക്കവും നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വ്യക്തമാവുന്നതാണ്. കാരണം അത് ഒരു കലാപാഹ്വാനത്തിന് കേസെടുക്കുക എന്ന് പറയുന്നത് ജാമ്യം കിട്ടരുത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസെടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിയമവൃത്തങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു ഫോട്ടോക്ക് കലാപാഹ്വാനം എങ്ങനെയാണ് വകുപ്പായി ചേർക്കുക എന്ന ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്. ഇത് അതിന്റെ ആധികാരികത, മറ്റേ ഈ പറഞ്ഞ വീഡിയോയിൽ നിന്ന് സ്റ്റിൽ എടുത്തതാണെങ്കിൽ പോലും വീഡിയോ കൃത്രിമമായി ഉണ്ടാക്കാനൊക്കെ കഴിയുന്നതാണ്. അതെല്ലാം ആധികാരികത പോലീസാണ് ഇനിയിപ്പോൾ വ്യക്തമായത്. പക്ഷെ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് സുബ്രഹ്മണ്യം പറയുന്നതിലാണ് വസ്തുത എന്നാണ് പ്രാഥമികമായി കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒരു ഫോട്ടോ പങ്കുവെക്കുന്നെങ്കിൽ അത് ഒരു AI വീഡിയോ അവർ പങ്കുവെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിൽ നിന്ന് സ്റ്റില്ലെടുത്തതാണ് എന്നാണ് സുബ്രഹ്മണ്യം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അത് വീഡിയോ സഹിതം നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെയും ആയിരക്കണക്കിന് ആളുകൾ പങ്കുവെച്ചതാണ് ഈ വീഡിയോ. അതുകൊണ്ട് നാട്ടിലെവിടെയും ഒരു കലാപവും ഉണ്ടായിട്ടില്ല. താൻ പങ്കുവെച്ചിട്ടും ദിവസങ്ങളായി അതിനും ഒരു കലാപവും ഉണ്ടായിട്ടില്ല. എന്നിട്ട് തനിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു എന്ന് പറയുന്നതിൽ അദ്ദേഹം പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിത നടപടിയാണ്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കേസെടുപ്പിക്കുന്നത്. ഇത് തനിക്കെതിരെ തന്റെ പ്രസ്ഥാനത്തിനെതിരെയോ ഈ പോരാട്ടങ്ങളിൽ നിന്ന് പിന്നാക്കം പോകാൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ വീഡിയോകളെല്ലാം ഈ ഫോട്ടോകളെല്ലാം വ്യാജമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത്. താൻ ഒരു ഫോട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് AI ആണ് എന്ന് സ്ഥാപിച്ചാൽ പോലും ഒറിജിനൽ ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോകൾ അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനും AI നിർമ്മിതം
വ്യാജമായിരുന്നു, ഫേക്ക് ആയിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഈ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അനിസലി, അതാണ് ഇത് AI ആണെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു സംഭവം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ നിന്ന് അത്തരം ഒരു സ്റ്റിൽ എളുപ്പത്തിൽ എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ കഷ്ടപ്പെട്ട ഒരു AI ഉണ്ടാക്കേണ്ട കാര്യം ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഇത് AI ഫോട്ടോ ആണെന്ന് തെളിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു പാട്ടിനെതിരെയൊക്കെ കേസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ആകെ പുലിവാല പിടിച്ച CPM-ന് ഇതൊരു AI ഫോട്ടോ അല്ല, അല്ലെങ്കിൽ ഇത് എന്ത് തരത്തിലുള്ള കലാപാഹവനമാണ് ഉണ്ടാക്കുക എന്ന് സംശയമുള്ളവരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു AI ഫോട്ടോ ഒന്നും അല്ല, വ്യാജമായി നിർമ്മിച്ചതല്ല എന്നൊക്കെ ഒരു കണ്ടെത്തലിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ധൃതി പിടിച്ചെടുത്ത ഈ നടപടി അത് വലിയ തിരിച്ചടിയാവുക അത് ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയല്ലേ? തീർച്ചയായും. ഇത് ഇപ്പൊ നേരത്തെ ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിൽ കേസെടുത്തതിന് ശേഷം യൂട്ടേൺ അടിക്കുന്നത് വലിയ തരത്തിലുള്ള നാണക്കേട് ഭരണകൂടത്തിന് ഉണ്ടാക്കിയിരിക്കെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാക്കുന്നത് എന്നത് യഥാർത്ഥത്തിൽ UDF പ്രവർത്തകർ ഉള്ളിൽ സന്തോഷിക്കുന്ന തരത്തിലാണ് ഈ ഒരു നടപടികൾ ഉണ്ടാകുന്നത് എന്ന് പ്രാഥമികമായി നമുക്ക് കാണാൻ കഴിയും. കാരണം ഇന്ന് തന്നെയും സുബ്രഹ്മണ്യൻ നമ്മോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അറസ്റ്റിലേക്ക് പോകുന്നതിന്റെ ഒരു ശരീരഭാഷയൊന്നും അദ്ദേഹത്തിൽ കാണുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മൾ മൈക്ക് വെക്കുമ്പോഴും അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ ഒരു പരിഭ്രമവും ഇല്ലാതെ സന്തോഷവാനായിക്കൊണ്ടാണ് നമ്മുടെ എല്ലാ ചോദ്യത്തിലും അദ്ദേഹം സമയമെടുത്ത് തന്നെ പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ധൃതി പിടിച്ച നടപടിയായി പോയി എന്ന വിലയിരുത്തൽ ഇനി ഈ ിന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഇനിയിപ്പോ കാത്തിരുന്ന് കാണാനേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന നടപടികൾ സർക്കാർ നടപടികളെ സംശയനിഴലിലാക്കുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ ഒരു ഫോട്ടോ പങ്കുവെച്ച മുഖ്യമന്ത്രിയും പോറ്റിയുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ അത് AI ആണെങ്കിലും അല്ലെങ്കിലും അതെങ്ങനെയാണ് കലാപാഹ്വാനമാവുക, എങ്ങനെയാണ് കലാപത്തിന് പ്രേരണ നൽകുക എന്നതൊക്കെ ഈ പോലീസിന് ഇനി വിശദീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന്റെ കൂടി നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാനും